ട്രംപ് നോക്കൂ അവരുടെ കണ്ണുകളിലേക്ക്. ഇറാനിലെ പ്രമുഖ ദിനപത്രമായ തെഹ്റാൻ ടൈംസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ വാചകം വെറുമൊരു തലക്കെട്ടല്ല. അധികാരത്തിന്റെ ഹുങ്കിൽ തകർക്കപ്പെട്ട 150 കുരുന്നുകളുടെ സ്വപ്നങ്ങളെ സാക്ഷി നിർത്തി അമേരിക്കൻ പ്രസിഡന്റിനോട് ലോകം ചോദിക്കുന്ന ചോദ്യമാണിത്. നിഷ്കളങ്കരായ ആ കുരുന്നുകളുടെ മുഖങ്ങൾ ഒന്നാം പേജിൽ നിരത്തിക്കൊണ്ട് ആ പത്രം ഉയർത്തിയ ചോദ്യത്തിന് മുന്നിൽ ഇന്ന് ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 2026 ഫെബ്രുവരി 28 ഇറാനിലെ തെക്കൻ നഗരമായ മിനാബിൽ ഒരു സാധാരണ ദിവസം പോലെ വിദ്യാലയത്തിലേക്ക് പോയ കുട്ടികൾക്കിടയിലേക്കാണ് മരണം മിസൈൽ രൂപത്തിൽ പതിച്ചത്. ഒരു പ്രാഥമിക വിദ്യാലയം നിമിഷങ്ങൾക്കുള്ളിൽ ശ്മശാനമായി മാറി. 150-ലധികം പിഞ്ചുകുഞ്ഞുങ്ങൾ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഇറാനിയൻ അധികൃതർ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ ലോകം നടുങ്ങിപ്പോയി. എന്നാൽ ഇതിനേക്കാൾ വലിയ നടുക്കമായിരുന്നു ഇതിനുശേഷം നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ. കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരതയുടെ ഉത്തരവാദിത്തം ഇറാനാണെന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇറാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് തങ്ങൾ കരുതുന്നുവെന്നും അവരുടെ ആയുധങ്ങൾ തന്നെ പ്രയോഗിക്കപ്പെട്ടുവെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന റിപ്പോർട്ടുകളാണ് തൊട്ടു പിന്നാലെ പുറത്തു വന്നത്. അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് നടത്തിയ അന്വേഷണം വിരൽ ചൂണ്ടിയത് US സൈന്യത്തിലേക്കായിരുന്നു. കൂടുതൽ വ്യക്തത വരുത്തിയത് ഡച്ച് വസ്തുതാ പരിശോധന സംഘടനയായ ബെല്ലിംഗ്കാറ്റ് ആണ്. ബെല്ലിംഗ്കാറ്റ് ഗവേഷകനായ ട്രെവർ ബോൾ പുറത്തുവിട്ട 3 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ ട്രംപിന്റെ വാദങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്ക മാത്രം ഉപയോഗിക്കുന്ന ടോമോഹോക്ക് ക്രൂയിസ് മിസൈലാണെന്ന് അവർ തെളിവ് സഹിതം സമർത്ഥിച്ചു. ഇസ്രായേലിന്റെ കൈവശം പോലും ഇത്തരം ആയുധങ്ങളില്ലെന്നിരിക്കെ ആ പ്രദേശം ആക്രമിക്കപ്പെട്ടത് അമേരിക്കൻ സൈന്യത്തിന്റെ മിസൈൽ പതിച്ചാണെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമായി മാറി. ട്രംപിന്റെ നുണകൾക്ക് മുമ്പിൽ കൊല്ലപ്പെട്ട ഓരോ കുഞ്ഞിന്റെയും ചിത്രസഹിതം തെഹ്റാൻ ടൈംസ് നൽകിയ മറുപടി സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ പേരിൽ ക്രൂരതകളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത പ്രഹരമാണ് ഈ മാധ്യമ റിപ്പോർട്ടുകൾ. യുദ്ധത്തിന്റെ ഇരകളായി മാറി നീതി തേടുന്ന ഈ കുരുന്നുകളുടെ മുഖങ്ങൾ ലോക മനസാക്ഷിയെ ഇനിയും വേട്ടയാടിക്കൊണ്ടിരിക്കും.